നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മധ്യപൂർവ്വ ഏഷ്യയിൽ സമാധാനത്തിന്റെ പുത്തൻ പ്രതീക്ഷകൾ നൽകുന്ന വാർത്തയാണ് ഇന്ന് ആദ്യത്തേത്. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾ വൈറ്റ് ഹൌസിലേക്ക് എത്തുന്നു. ചരിത്രപരമായ നീക്കമാണ് ഇതുവഴി ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ലെബനൻ യുദ്ധത്തിന് താൽക്കാലിക വിരാമമായി 10 ദിവസത്തെ വെടിനിർത്തലാണ് പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്ത് നിർണായക വഴിത്തിരിവാണിത്. ഇസ്രായേലും ലെബനനും 10 ദിവസത്തെ വെടിനിർത്തലിന് സമ്മതിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം അറിയിച്ചത്. വ്യാഴാഴ്ച രാത്രി 11 മണി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. ട്രംപിന്റെ ഇടപെടൽ വഴി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായി ട്രംപ് നേരിട്ട് ഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് കാര്യങ്ങൾ ധാരണയിലെത്തിയത്. താൽക്കാലികമായി യുദ്ധം നിർത്തിവെക്കുന്നതിലൂടെ മേഖലയിൽ ദീർഘകാല സമാധാനം കൊണ്ടുവരാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുകയാണ് ലക്ഷ്യം. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ എന്നിവർ ഇതിനായി പ്രത്യേക ദൗത്യം ഏറ്റെടുക്കും. ലെബനിലും വെടിനിർത്തൽ വേണമെന്ന ഇറാന്റെ ആവശ്യം അംഗീകരിക്കപ്പെട്ടതോടെ ലോകത്തെ പ്രധാന വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര വിപണിയിലും ആശ്വാസം നൽകുന്നതാണ്. മാർച്ചിൽ ആരംഭിച്ച പോരാട്ടത്തിൽ ഇതുവരെ ലെബനനിൽ 2200ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ചുരുക്കത്തിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ യുദ്ധത്തിന് താൽക്കാലികമായി ശമനം ലഭിച്ചിരിക്കുകയാണ്. ഈ 10 ദിവസത്തെ ഇടവേള മേഖലയിൽ ഒരു സ്ഥിരമായ സമാധാന കരാറിലേക്ക് വഴിമാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കുട്ടികൾ ഓൺലൈനിൽ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാൻ വിപ്ലവകരമായ നീക്കവുമായി യൂറോപ്യൻ യൂണിയൻ. പ്രായപൂർത്തിയായവർക്ക് മാത്രം പ്രവേശനമുള്ള വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നതിന് പ്രായം തെളിയിക്കാനായി പ്രത്യേക ഏജ് വെരിഫിക്കേഷൻ ആപ്പ് ഉടൻ നിലവിൽ വരും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലയനാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. വ്യക്തിഗത വിവരങ്ങൾ ചോരാതെ തന്നെ ഒരാളുടെ പ്രായം തെളിയിക്കാൻ സാധിക്കും എന്നതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത. ഉപയോക്താക്കൾക്ക് തങ്ങളുടെ പാസ്പോർട്ടോ നാഷണൽ ID കാർഡോ ഉപയോഗിച്ച് ആപ്പിൽ പ്രായം രജിസ്റ്റർ ചെയ്യാം. ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ ഏതെങ്കിലും സൈറ്റിൽ പ്രവേശിക്കുമ്പോൾ തന്റെ പേരോ മറ്റു വിവരങ്ങളോ വെളിപ്പെടുത്താതെ തന്നെ താൻ നിശ്ചിത പ്രായത്തിന് മുകളിൽ ഉള്ളയാളാണെന്ന് തെളിയിക്കാൻ ഈ ആപ്പ് സഹായിക്കും. ഇന്ധനവില വർധനവിലൂടെ ജനങ്ങളെ കൊള്ളയടിച്ച് ജർമ്മൻ സർക്കാർ. ജർമ്മനിയിൽ സാധന സാമഗ്രികൾക്കും ഇന്ധനത്തിനും വില വർദ്ധിക്കുമ്പോൾ നികുതി ഇനത്തിൽ കോടിക്കണക്കിന് യൂറോ അധികമായി സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. 2019 അപേക്ഷിച്ച് ജർമ്മനിയുടെ വാറ്റ് വരുമാനത്തിൽ, അതായത് മേർവേർസ്റ്റെയറിൽ 67 ബില്യൺ യൂറോയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. നികുതി വരുമാനം കുതിച്ചുയരുകയാണ്. 2019 242.2 ബില്യൺ യൂറോ ആയിരുന്ന വാറ്റ് വരുമാനം 2025 310.2 ബില്യൺ യൂറോയായി വർദ്ധിച്ചു. അതായത് ഏകദേശം 27.6% വർധനവ്. പെട്രോൾ ഡീസൽ വിലയിൽ സർക്കാർ ഇരട്ട നികുതിയാണ് ഈടാക്കുന്നത്. ഇന്ധന നികുതിക്കും, അതായത് എനർജി സ്റ്റോറും കാർബൺ ടാക്സിനും CO2 പ്രൈസ് പുറമെയാണ് 19% വാറ്റ് കൂടി ഈടാക്കുന്നത്. വില കൂടുമ്പോൾ സർക്കാരിന് ലഭിക്കുന്ന നികുതി വിഹിതവും സ്വാഭാവികമായി വർദ്ധിക്കുന്നുണ്ട്. രാജ്യം സാമ്പത്തിക വളർച്ച കൈവരിക്കാത്ത സാഹചര്യത്തിലും ഇത്രയധികം നികുതി വരുമാനം ലഭിക്കുന്നത് വിലക്കയറ്റം മൂലമാണെന്ന് BSW നേതാവ് സാറ വാഗ്നെറ്റ് കുറ്റപ്പെടുത്തി. ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ സർക്കാർ ലാഭം ഉണ്ടാക്കരുതെന്ന് ആണ് അവർ പറഞ്ഞത്. എന്നാൽ ഇന്ധനവില കൂടിയതുകൊണ്ട് സർക്കാരിന് ലാഭമില്ലെന്നും വില കൂടിയപ്പോൾ ജനങ്ങൾ ഇന്ധന ഉപഭോഗം കുറച്ചെന്നുമാണ് സാമ്പത്തിക കാര്യമന്ത്രി കാതറീനെ റൈഷയുടെ വാദം. നിലവിലെ വരുമാനം വർദ്ധിപ്പിക്കാനായി ചാൻസലർ ഫ്രീഡറിഷ് മെർച്ച് വാറ്റ് നിരക്കുകൾ ഇനിയും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ചുരുക്കത്തിൽ വിലക്കയറ്റം മൂലം സാധനങ്ങൾക്ക് വില കൂടുമ്പോൾ ഉപഭോക്താക്കൾ കൂടുതൽ പണം നൽകേണ്ടി വരുന്നു. എന്നാൽ സർക്കാർ ഈ ഉയർന്ന നിലയിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കി ഖജനാവ് നിറയ്ക്കുകയാണെന്ന് വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിലെ ഡ്രൈവർമാർക്ക് ഇപ്പോൾ തിരിച്ചടിയായി ഇന്ധനവിലയും നികുതിയും ഇനിയും വർദ്ധിക്കുമോ എന്ന ആശങ്ക ബാക്കി നിൽക്കുകയാണ്. ജർമ്മനിയിലെ ആരോഗ്യമേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിൽ പുതിയ നിയമപരിഷ്കാരം കനത്ത ആഘാതമാണ് ജനത്തിന് നൽകുന്നത്. രാജ്യത്തെ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തിൽ വലിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി നീന വാർക്കൻ പുതിയ നിയമരേഖ പുറത്തിറക്കി. ഇൻഷുറൻസ് പ്രീമിയം തുക കുത്തനെ കൂടുന്നത് തടയാൻ രോഗികൾ സ്വന്തം കയ്യിൽ നിന്ന് പണം നൽകേണ്ട, അതായത് കോ പേയ്മെന്റ് വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. 2030 ഏകദേശം 42.8 ബില്യൺ യൂറോ ലാഭിക്കാനാണ് ഈ പദ്ധതി
പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പരിഷ്കാരങ്ങളെ പറ്റി ഞങ്ങൾ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വാർത്തയിലൂടെ പുറത്തുവിടുന്നത്. മരുന്നുകൾക്ക് വില കൂടും. ഡോക്ടർ കുറിച്ചു നൽകുന്ന മരുന്നുകൾക്ക് നിലവിൽ നൽകുന്ന 5 മുതൽ 10 യൂറോ വരെയുള്ള അധിക തുക ഇനി മുതൽ 7.50 യൂറോ മുതൽ 15 യൂറോ വരെയായി വർദ്ധിക്കും. അടുത്തത് ആശുപത്രി വാസത്തെ പറ്റിയുള്ള കാര്യമാണ്. ആശുപത്രിയിൽ IP അതായത് ഇൻ പേഷ്യന്റായി കിടക്കുമ്പോൾ പ്രതിദിനം നൽകേണ്ട 10 യൂറോ എന്നത് 15 യൂറോ ആയി ഉയരും. അടുത്തത് കുടുംബ ഇൻഷുറൻസ് ആണ്, ഫാമിലി ഇൻഷുറൻസ്. 2028 മുതൽ ജോലിയില്ലാത്ത പങ്കാളികളെ അതായത് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തുന്നതിന് അധിക തുക നൽകേണ്ടി വരും. എന്നാൽ ചെറിയ കുട്ടികൾ ഉള്ളവർക്കും പെൻഷൻകാർക്കും ഇളവുകൾ ഉണ്ടാകും. അടുത്തത് രോഗാവധി ശമ്പളം അതായത് ക്രാങ്കൻഗൽഡാണ്, സിക്ക് പേയ്മെന്റ്. ഇത് കുറയും. 6 ആഴ്ചയിൽ കൂടുതൽ രോഗാവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് നിലവിൽ ശമ്പളത്തിന്റെ 70% ഇൻഷുറൻസ് ലഭിക്കുന്നത്. ഇത് 65% കുറയും. നിലവിൽ ആകെ ശമ്പളത്തിന്റെ അതായത് ബ്രൂട്ടോയുടെ 70% ലഭിക്കുന്നത്. അതേസമയം കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിന്റെ അതായത് നെറ്റോ തുകയുടെ 90% കൂടാൻ പാടില്ല എന്നും നിർദ്ദേശമുണ്ട്. ഇതാണ് ഇപ്പോൾ 65% കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചത്. അതായത് ദീർഘകാലം ചികിത്സയിൽ കഴിയുന്നവർക്ക് മാസം ലഭിക്കുന്ന തുകയിൽ ഏകദേശം 5% കുറവുണ്ടാകും. കാലാവധി അതായത് ഡ്യൂറേഷൻ ക്രാങ്കൻഗൽഡ് ലഭിക്കുന്ന കാലാവധിയിൽ നിലവിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല. അത് പഴയപടി തന്നെ തുടരും. ഒരേ അസുഖത്തിന് 3 വർഷത്തിനുള്ളിൽ പരമാവധി 78 ആഴ്ച വരെ ക്രാങ്കൻഗൽഡ് ലഭിക്കും. ഇതിൽ ആദ്യത്തെ 6 ആഴ്ച തൊഴിലുടമയാണ് മുഴുവൻ ശമ്പളവും നൽകുന്നത്, അതായത് എൻഗൽഡ് ഹോട്ട് സാലും. അതിനുശേഷമുള്ള കാലയളവിലാണ് ഇൻഷുറൻസ് കമ്പനി ഈ തുക നൽകി തുടങ്ങുന്നത്. ചുരുക്കത്തിൽ നിലവിൽ പുതിയ നിയമം ശമ്പള വിഹിതം 70% നിന്ന് 65% ചുരുക്കും എന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം മൊത്തം കാലാവധി 78 ആഴ്ച തുടരുകയും ചെയ്യും. ഇനിയും ഇക്കാര്യത്തിൽ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ലോണുകളോ അല്ലെങ്കിൽ വലിയ വാടകയോ നൽകുന്നവരാണെങ്കിൽ ദീർഘകാലം രോഗാവധി എടുക്കേണ്ടി വരുമ്പോൾ വരുമാനത്തിന്റെ ഈ 5% കുറവ് വരുന്നത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതാണ്. അതിനാൽ ഒരു പ്രൈവറ്റ് ഡിസബിലിറ്റി ഇൻഷുറൻസ് അതായത് ബെറോഫ്സ് ഉൺഫേഹിഷ്കൈറ്റ്സ് പെർസിഷറും അല്ലെങ്കിൽ ക്രാങ്കൻ ടാഗകൾ സൂസാറ്റ്സ് പെർസിഷറും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഈ കുറവ് പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ക്രാങ്കൻ കാസയുമായിട്ടോ അല്ലെങ്കിൽ പ്രിവാറ്റ് ക്രാങ്കൻ കാസയുമായോ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നേടിയെടുത്താൽ വളരെ ഉപകാരപ്പെടും. അടുത്തത് പല്ല് സംബന്ധമായ ചികിത്സയ്ക്ക് ഇൻഷുറൻസ് നൽകുന്ന സബ്സിഡിയിൽ 10% കുറവ് വരുത്തും. ഇത് രോഗിയുടെ ബാധ്യത കൂട്ടുകയും ചെയ്യും. ഇക്കാര്യത്തിൽ ഇനിയും പ്രവാസികളെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരോ ഉദാഹരണത്തിന് പ്രമേഹം, രക്തസമ്മർദ്ദം അല്ലെങ്കിൽ കുട്ടികൾ ഉള്ളവരോ ആയ കുടുംബങ്ങൾക്ക് മരുന്നിനും ഹോസ്പിറ്റൽ വിസിറ്റിനും മാസം തോറും കൂടുതൽ പണം മാറ്റിവെക്കേണ്ടി വരും. അതേസമയം ഉയർന്ന ശമ്പളമുള്ളവർക്ക് തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 6100 യൂറോയ്ക്ക് മുകളിൽ മാസ ശമ്പളമുള്ള മലയാളികൾ ഇൻഷുറൻസിനായി കൂടുതൽ തുക ശമ്പളത്തിൽ നിന്ന് നൽകേണ്ടി വരും. ഇനി രോഗബാധിതരായാൽ വരുമാനം കുറയും. ദീർഘകാലം രോഗബാധിതരായി ഇരിക്കേണ്ടി വന്നാൽ ലഭിക്കുന്ന ക്രാങ്കങ്ങളുടെ കുറയുന്നത് കുടുംബ ബജറ്റിനെ തന്നെ ബാധിക്കും. പങ്കാളിയുടെ ഇൻഷുറൻസിനെ പറ്റി പറയുമ്പോൾ നിലവിൽ പങ്കാളിക്ക് ജോലിയില്ലെങ്കിൽ സൗജന്യമായി ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താമായിരുന്നു. എന്നാൽ 2028 മുതൽ ഇതിനായി അധിക തുക നൽകേണ്ടി വരും. അതായത് സിംഗിൾ ഇൻകം കുടുംബങ്ങളെ ബാധിക്കുമെന്നർത്ഥം. ഇതിൽ ആശ്വാസകരമായ മറ്റൊരു കാര്യം മൊത്തം വാർഷിക വരുമാനത്തിന്റെ 2% അതായത് വിട്ടുമാറാത്ത രോഗികൾക്ക് 1% കൂടുതൽ തുക ചികിത്സയ്ക്കായി ചെലവായാൽ ബാക്കി തുക ഇൻഷുറൻസ് തന്നെ വഹിക്കും എന്ന നിയമത്തിൽ മാറ്റമില്ല. എന്നാൽ ജർമ്മനിയിലെ ആരോഗ്യ സേവനങ്ങൾ മുൻപത്തെ പോലെ കുറഞ്ഞ ചെലവിൽ ഇനി ലഭിക്കില്ല. പ്രവാസികൾ തങ്ങളുടെ സാമ്പത്തിക പ്ലാനിങ്ങിൽ ചികിത്സാ ചെലവിനായി കൂടുതൽ തുക ഉൾപ്പെടുത്തേണ്ടി വരുമെന്നാണ് കരുതുന്നത്. ഈ കരട് നിയമം ഏപ്രിൽ അവസാനം മന്ത്രിസഭ പാസാക്കും. വേനൽക്കാല അവധിക്ക് മുമ്പ് ജർമ്മനിയിലെ 16 ഫെഡറൽ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിയമനിർമ്മാണ സഭയായ ബുണ്ടസ്റാറ്റിലും നിയമനിർമ്മാണ സഭയായ ബുണ്ടസ്റ്റാഗിലും ബുണ്ടസ്റാറ്റിലും വോട്ടെടുപ്പ് നടത്തി പ്രാബല്യത്തിൽ വരുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പുതിയ ആരോഗ്യ പരിഷ്കാരത്തിന്റെ ഭാഗമായി അല്പം കൂടി വിശദമാക്കിയാൽ മരുന്നുകളുടെ അധിക നിരക്ക് അതായത് സൂസാലോങ് ആണ് വർദ്ധിപ്പിക്കുന്നത്. നിലവിലുള്ള നിയമം അനുസരിച്ച് ഇൻഷുറൻസ് ഉള്ളവർ മരുന്നുകൾക്ക് നൽകേണ്ടി വരുന്ന തുകയിൽ 50% വർധനമാണ് വരുന്നത്. ഇത് രോഗികളെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയാൽ പുതിയ നിരക്കുകൾ ഒരു പാക്കറ്റ് മരുന്നിന് കുറഞ്ഞത് 5 യൂറോ നൽകേണ്ട സ്ഥാനത്ത് 7.5 നൽകണം. അതേസമയം 10 യൂറോയാണ് നൽകേണ്ടതെങ്കിൽ 15 ആവും ഇതിന്റെ വില. അതുമാത്രമല്ല ഏതാണ്ട് 30ഓളം മരുന്നുകൾക്ക് വിലമാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രമേഹ രോഗികൾക്കും ഹൃദ്രോഗം ഉള്ളവർ
ഉള്ളവർക്കും മാനസിക ആരോഗ്യം മോശപ്പെട്ടവർക്കും രക്തസമ്മർദ്ദം ഉള്ളവർക്കുമൊക്കെ തന്നെ ഇപ്പോൾ അധിക ഭാരമാണ് പുതിയ നിയമത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 30ഓളം രോഗങ്ങൾക്കാണ് റിസെപ്റ്റ് ഗബ്യൂർ കൂട്ടിയിരിക്കുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഇളവുകൾ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മരുന്നുകൾക്ക് ഈ അധിക തുക നൽകേണ്ടതില്ല. അതായത് സൂസാലും ബെഫ്രൈറ്റും ചെയ്തിരിക്കുകയാണ്. ഇനിയും ഗർഭകാല മരുന്നുകളെ പറ്റി നോക്കിയാൽ ഗർഭാവസ്ഥയുമായോ പ്രസവവുമായോ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് നൽകുന്ന മരുന്നുകൾക്കും ഇളവുകൾ തുടരും. എന്നാൽ ചില നിർമ്മാണ കമ്പനികൾ വലിയ ഡിസ്കൗണ്ട് നൽകുന്ന ചില മരുന്നുകൾക്ക് ഇപ്പോഴും 0 സെസ് ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്, സ്ഥിരമായി മരുന്ന് വാങ്ങുന്നവരാണെങ്കിൽ ഓരോ തവണയും 2.5 മുതൽ 5 യൂറോ വരെ അധികം നൽകേണ്ടി വരുന്ന മാസ ബജറ്റിനെ ബാധിക്കുന്ന കാര്യത്തിൽ ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്ന രസീതുകൾ കൃത്യമായി സൂക്ഷിച്ചു വയ്ക്കുക. വർഷാവസാനം വരുമാനത്തിന്റെ 1% അല്ലെങ്കിൽ 2% കഴിഞ്ഞാൽ ഈ തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് തിരികെ ചോദിക്കാനോ അല്ലെങ്കിൽ റീഫണ്ടിന് അപേക്ഷ നൽകാനോ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇതിന്റെ ലളിതമായ മറ്റൊരു വിശദീകരണം പറയുകയാണെങ്കിൽ, നിലവിൽ ഒരാളുടെ പ്രതിമാസ ശമ്പളം 5812 യൂറോ വരെയാണെങ്കിൽ ഈ മുഴുവൻ തുകയ്ക്കും ഇൻഷുറൻസ് പ്രീമിയം നൽകണം. ഇതിൽ കൂടുതൽ ശമ്പളം ഉള്ളവർ, അതായത് 7000 യൂറോ വാങ്ങുന്നവർ 5812.50 യൂറോയ്ക്ക് വരെയുള്ള പ്രീമിയം അടച്ചാൽ മതിയായിരുന്നു. ബാക്കി തുകയ്ക്ക് ഇൻഷുറൻസ് പിടിക്കില്ല. എന്നാൽ 2027 മുതൽ ഈ പരിധി 6112.50 യൂറോ ആയി ഉയർത്താനാണ് പുതിയ തീരുമാനം. അതേസമയം പ്രതിമാസ ശമ്പളം 5812.50 യൂറോയിൽ താഴെയാണെങ്കിൽ ഈ മാറ്റം ആരെയും ബാധിക്കില്ല. ഇനിയും 5812.50 യൂറോയ്ക്ക് മുകളിലാണെങ്കിൽ അധികമായി വരുന്ന 300 യൂറോയ്ക്ക് കൂടി ഇൻഷുറൻസ് വിഹിതം നൽകേണ്ടി വരും. അതായത് ഓരോ മാസവും കയ്യിൽ കിട്ടുന്ന നെറ്റ് സാലറിയുടെ തുകയിൽ കുറവുണ്ടാകും എന്നർത്ഥം. എസൻ സംസ്ഥാനത്തിലെ റങ്കലിൽ ഒരു തുകൽ സംസ്കരണശാലയിൽ നടന്ന അപകടത്തിൽ 3 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. തുകൽ ഫാക്ടറിയിലെ മാലിന്യക്കുഴിയിൽ വീണ സഹപ്രവർത്തകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ദുരന്തമുണ്ടായത്. കുഴിയിലുണ്ടായിരുന്ന വിഷവാതകം ശ്വസിച്ചാണ് 3 മരിച്ചത്. അതേസമയം ഗുരുതരാവസ്ഥയിലായ 2 പേരെ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊപ്പം സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.